എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന വീട്ടിലിരിക്കുവാണെങ്കിലും ഗോവിന്ദനെ ആ പ്രതിമകളൊക്കെ ഉണ്ടാക്കാനും പെയിൻറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വരുന്ന നവ്യ പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് നീ ഇവിടെ ഇരുന്ന് അച്ഛനെ സഹായിക്കുകയല്ല ചെയ്യേണ്ടത്, നിൻ്റെ ഭർത്താവിനെയാണ് സഹായിക്കേണ്ടത്. അതുകൊണ്ട് നിനക്ക് കമ്പനിയിലേക്ക് പോകാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ പോയി കഴിഞ്ഞാൽ ആദർശേട്ടൻ്റെ കൂടെ എനിക്ക് വീട്ടിലോട്ട് പോകേണ്ടി വരും. അങ്ങനെ പോകരുതെന്നല്ല ഇവിടുന്ന് അച്ഛനും അമ്മയും പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. അതുകൊണ്ട് ഈ കാര്യത്തിനൊരു തീരുമാനമായിട്ട് 2 ദിവസം കഴിഞ്ഞ് പോകാം എന്നിങ്ങനെ പറയുക. അദ്ദേഹം കനക അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കനക പറയും, നിനക്ക് പോകണമെങ്കിൽ പോകാം, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഒരിക്കലും അച്ഛനും അമ്മയും ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ അവിടെ അങ്ങോട്ട് വരത്തുമില്ല. നീ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരികയും ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ അവിടെ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോൾ ഞങ്ങളവിടെ പങ്കെടുക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ ഒന്നിനും ഞങ്ങളെ കിട്ടിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, മോൾക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറയും. അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട് കേട്ടോ, മോൾക്ക് വേണമെങ്കിൽ പോകാം കേട്ടോ, അതിനൊരു തടസ്സവുമില്ല. പിന്നീട് ഞങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ട എന്നേ ഉള്ളൂ എന്ന് പറയും. അന്തേക്ക് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആദർശം വരുന്നുണ്ട്. ഏതായാലും അതിനിടയ്ക്ക് നവ്യ ചോദിക്കുന്നുണ്ട്, ഇവളുടെ അമ്മായിമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പം എൻ്റെ അമ്മായിമ്മ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട്, അതിന് നിൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം പോലെയല്ല ആദർശിൻ്റെ അമ്മ. അവർക്ക് എല്ലാവരെയും സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ആളാണ്, നല്ല മനസ്സുള്ള ഒരു സ്ത്രീയാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നയനമോളോട് മാത്രമാണ്. അതാണ് ഞങ്ങളുടെ വിഷമം എന്ന് പറയുന്നുണ്ട് കനകയും ഗോവിന്ദനൂടെ. ഏതായാലും ആദർശ് അകത്തേക്ക് കയറി വരുന്നു. ആദർശ് വരുന്നത് ചോദിക്കും, എന്തായി അങ്ങോട്ട് വരുന്ന കാര്യം എന്തായി നയനയെന്ന് ചോദിക്കും. നീ വരുന്നില്ല എൻ്റെ കൂടെ എന്ന് ചോദിക്കുമ്പം ആദർശേട്ടാ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറയും. ആദർശ് ചോദിക്കും, 2 ദിവസം കഴിഞ്ഞു, അതെന്തിനാ 2 ദിവസം ആക്കുന്നത്, നീ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, എൻ്റെ കൂടെ വന്നെന്നോർത്ത് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോഴും നയന ഇങ്ങനെ വരുന്നില്ല എന്നുള്ള രീതി നിൽക്കുക. അന്നേരം കനക പറയുന്നുണ്ട്, മോൻ അറിയാലോ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ. 7-ാം മാസ ചടങ്ങിന് ഞങ്ങൾ വന്നപ്പം മോൻ്റെ അമ്മ വളരെ മോശമായിട്ട് തന്നെയാണ് നയനമോളോട് പെരുമാറിയത്. നയനമോൾ എത്രത്തോളം മോൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മോനറിയാം. അതുപോലെ ഈ പ്രായത്തിൽ ഒരു പെൺകുട്ടികളും ചെയ്യാത്ത ഒരു സഹായമാണ് നയനമോൾ മോൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തത്. ഇതെല്ലാം ചെയ്തിട്ടും ഇപ്പോഴും മോളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയും. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, എന്തിനാമ്മ ചെയ്ത ഉപകാരങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അത് വിളിച്ച് പറയുന്നതല്ലല്ലോ നയനെ, ഈ കാര്യങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പം വല്യമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ അനാമികയാണ്. അവൾക്ക് വേണമെങ്കിൽ കരൾ കൊടുത്ത് സഹായിക്കാമായിരുന്നല്ലോ, അവൾ ചെയ്തില്ല, അത് ചെയ്തത് നീയാ, അപ്പം നിന്നോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരേണ്ടതല്ലേ എന്ന് നവ്യയും ചോദിക്കുവാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇതിപ്പം പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനൊന്നും പറ്റില്ല, അമ്മയുടെ സ്വഭാവം പെട്ടെന്ന് മാറത്തുമില്ല, ഇനിയിപ്പം ഞാൻ പറഞ്ഞാലും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് നയനയ്ക്ക് ഞാനും ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും ഇതിനിടയ്ക്ക് നിൽക്കുന്ന നിങ്ങൾ പലരും ഇതുപോലെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ തകർന്നു പോകുന്നത് ഞങ്ങളുടെ ജീവിതമായിരിക്കും, അതും നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ഞങ്ങളായിട്ട് ഇനി അങ്ങോട്ടൊരു പരിപാടിക്കും പങ്കെടുക്കാൻ വരത്തില്ല, കാരണം ഇനി ഞങ്ങൾക്ക് ഇതുപോലുള്ള അപമാനങ്ങൾ സഹിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ഗോവിന്ദൻ പറയും. അന്നേരം ആദർശിന് ആകെ വിഷമാവുന്നുണ്ട്. ആദർശ് പറയും, വേണ്ട, ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല, തീരുമാനങ്ങൾ നിങ്ങളെടുത്താൽ മതിയെന്ന് പറയുവാണ്. അദ്ദേഹം ഗോവിന്ദൻ പറയുവാണ്, മോളിനി അങ്ങോട്ട് വരുന്നില്ല, മോളെ സ്വീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ കഴിയുന്നതിലും കാര്യമില്ലല്ലോ, കാരണം ഈ വീടെടുത്ത് തന്നത് മോനാണ്, അതുകൊണ്ട് ഞങ്ങൾ വേണേൽ ഈ വീട്ടിൽ നിന്ന് മാറാം എന്ന് പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ട, അത് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നമാക്കുകയുള്ളൂ, അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട അച്ഛാ എന്ന് പറഞ്ഞിട്ട് ആദർശങ്ങ് ഇറങ്ങി പോകുന്നു. ആദർശന് ഇത്തിരി ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട്. ആദർശങ്ങ് പോയി കഴിയുമ്പം നയനയ്ക്കും ആകെ വിഷമമാട്ടോ. നയനെ 2-3 പ്രാവശ്യം വിളിച്ചായിരുന്നു, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ. അന്നേരം എല്ലാം നയന പറഞ്ഞത്, ഇല്ല, ഞാനിപ്പോൾ വരുന്നില്ല, പിന്നെ വരാം ആദർശേട്ടാ എന്നാണ് പറഞ്ഞത്. അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നു കനകയും ഗോവിന്ദനും. പിന്നെ കാണിക്കുന്നത് നമ്മളെ ദേവയാനിയാണ്. ദേവയാനി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ ആദർശ് വരുന്നത് ചോദിക്കുന്നുണ്ട്, നിൻ്റെ കൂടെ അവൾ വന്നില്ലേ എന്ന് ചോദിക്കുമ്പം, ഇല്ല, ഞാൻ വിളിച്ചു, പക്ഷേ അവൾ വരുന്നില്ല എന്നാണ് പറഞ്ഞത്, അവളുടെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവരൊന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാമെന്ന് അവൾ പറഞ്ഞു എന്ന് പറയും. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട്, അവർക്ക് എന്താ അവളുടെ കാര്യത്തിൽ ഇത്ര അവകാശം, അവളുടെ കാര്യത്തിൽ അവകാശമുള്ളത് നിനക്കല്ലേ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇത് പണ്ടത്തെ കാലമൊന്നുമില്ല, ആർക്കും ആരുടെ മേലെ അവകാശമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അങ്ങനെയല്ല, കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടികൾ നിൽക്കേണ്ട ഭർത്താവിൻ്റെ വീട്ടിലാണ്, അതല്ലാതെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയല്ല, നീ പോയി വിളിച്ചിട്ടും അവൾ വരാത്തതിന് നിനക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും, എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്,
കാരണം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾ കൂടെ വരുമെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ അച്ഛനെ അമ്മയെ വേദനിപ്പിച്ചിട്ട് വരാൻ അവൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഏതായാലും ഇനി ഞാൻ വിളിക്കാൻ പോകുന്നില്ല. അതുപോലെ അമ്മ അവരുടെ മുമ്പിൽ പോയി താണു കൊടുക്കണമെന്നും ഞാൻ പറയുന്നില്ല. കാരണം അമ്മയെ തോൽപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. ഇനിയിപ്പം ഞാൻ വിളിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ പറയുവാണ്. അന്നേക്കും ദേവയാനിക്ക് ടെൻഷനാവുമേ. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഞാൻ തോക്കുന്നതും ജയിക്കുന്നതൊന്നും നീ നോക്കണ്ട, നിനക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാൻ പോയേനെ, ചിലപ്പം അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും 2-3 ദിവസം അവിടെ അവളുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തേനെ. പക്ഷേ ഈ ഒരു രീതിയിൽ അവർ പറഞ്ഞ സ്ഥിതിക്ക് അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന് തന്നെ പറയുവാണ്. അന്നേരം ദേവയാനിക്ക് ടെൻഷനായി തുടങ്ങി, കാര്യങ്ങൾ കൈവിട്ട് പോകുമോ എന്നൊരു പേടി. അത്തരം പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോകുന്നു. ദേവയാനിക്ക് ടെൻഷൻ കാരണം പെട്ടെന്ന് റൂമിൽ വന്ന് വാതിലടച്ചിട്ട് നയനെ വിളിക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ അവരെന്താ പറയുന്നത്, ഇനിയിപ്പോൾ മോളെ ഇങ്ങോട്ട് വിടിയല്ലേ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അച്ഛനും അമ്മയും പറയുന്നത് അങ്ങനെയാണ്, അവർക്ക് അവിടെ വന്നപ്പം അപമാനം സഹിക്കേണ്ടി വന്നതുകൊണ്ട് ഇനി അമ്മ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ വിടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അമ്മ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, പക്ഷെ അച്ഛൻ ഇതുവരെ ഇത്രയും വാശി കാണിച്ചിട്ടില്ല, അതെന്താണെന്ന് എനിക്ക് അറിയാൻ മേലാത്തത് എന്നൊക്കെ പറയുക. അന്നേരം ദേവേനി പറയുന്നുണ്ട്, മോൾ ഇവിടെ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എനിക്ക് മോൾ ഇവിടെ ഇല്ലാത്തത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ്, അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം കേട്ടോ എന്ന് പറയുക. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഏതായാലും 2 ദിവസം കൂടി ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങ് പോകട്ടെ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാം, മോള് വിഷമിക്കണ്ട എന്നൊക്കെ ദേവേനിയും പറയുന്നു. ഇവരിങ്ങനെ സംസാരിക്കുന്നത് അങ്ങോട്ടേക്ക് വരുവായിരുന്ന കനകയും നന്ദുവും കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും നയന കാണാതെ അവരങ്ങ് പോകും. എന്നിട്ട് അപ്പുറത്ത് പോയിരുന്ന ഈ വിവരങ്ങളെല്ലാം ഗോവിന്ദനോട് പറയുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ ചോദിക്കും, ആദർശമോൻ വന്ന് വിളിച്ചിട്ടും നയനമോളെ വിടാത്തത് ഇനി വല്ല പ്രശ്നം ആകുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം കനക പറയുന്നുണ്ട്, ഒരു പ്രശ്നം ആകാനില്ല, അവർ 2 പേരും കൂടി പറ്റിക്കുന്നത് ആ ആദർശമോനെയും കൂടിയല്ലേ, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ അവർ തന്നെ പറഞ്ഞങ്ങ് പരിഹരിച്ചോളൂ എന്ന് പറയുക. അതൊക്കെ നയനെ അങ്ങോട്ട് കയറി വരും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ ഞാൻ വീണ്ടും പറയുവാണ്, മോൾക്ക് വീട്ടിലോട്ട് പോകണമെങ്കിൽ പോകാൻ കേട്ടോ, ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് മോൾ ഇവിടെ നിൽക്കണ്ട എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോകുന്നില്ല, എനിക്ക് അച്ഛനും അമ്മയും എല്ലാവരും വേണം, അല്ലാതെ ഒരു കൂട്ടർ മാത്രമായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറയുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിനിടയ്ക്ക് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു വച്ചാൽ ഇതൊക്കെ ഇതിനു മുമ്പും നടന്ന സംഭവങ്ങളല്ലായിരുന്നു എന്ന് ചോദിക്കുക. അന്നേരം നന്ദു പറയും, അങ്ങനെയല്ല, ചേച്ചി ചെയ്ത സഹായങ്ങൾ എന്താണ്, ചേച്ചി ആ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സ്ഥിതിക്ക് ചേച്ചിയുടെ അമ്മായിമ്മയ്ക്ക് ചേച്ചിയോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുത്തേണ്ടതല്ലേ, അത് ചെയ്യാത്തതുകൊണ്ടല്ലേ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്ന് ചോദിക്കും. അതുപോലെ ഗോവിന്ദനും പറയുന്നുണ്ട്, മോൾ വലിയൊരു സഹായമാണ് മോളുടെ അമ്മായിമ്മയ്ക്ക് വേണ്ടി ചെയ്തത്, അതുമാത്രമല്ല ആ കമ്പനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ പ്രാവശ്യം വിഷുവിന് റെക്കോർഡ് സെയിൽ നടക്കുമെന്നാണ് ആദർശ് പറഞ്ഞത്, അതും മോളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന മരുമോളെ അമ്മായിമ്മ സ്നേഹിക്കണം, അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മോള് ഇവിടെ നിന്നാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം നിന്നെ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം വേറെ നിവൃത്തിയില്ലാണ്ട് വരുവാണ് നയനയ്ക്ക്. നയന പറയുന്നുണ്ട്, ഞാനൊരു തീരുമാനം എടുക്കുന്നില്ല, നിങ്ങളൊക്കെ തന്നെ തീരുമാനം എടുത്താൽ മതി എന്ന് പറയുന്നു. അന്നേരം കനക പറയുന്നുണ്ട്, ആദർശമോൻ്റെ അമ്മയ്ക്ക് മോളെ സ്നേഹിച്ചെന്നോർത്ത് ഒരു കുഴപ്പമില്ല, അതിലെന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ, അത് വരാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ തീരുമാനം എടുത്തത് എന്ന് കനകയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അഭിയും നവ്യയാണ്. നവ്യയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അഭി നവ്യയെ കൂട്ടി പുറത്ത് പോകുന്നു, ജ്യൂസ് മേടിച്ച് കൊടുക്കുന്നു, ഇനി എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ മേടിച്ച് കഴിച്ചോ, ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നു. അന്നേരം നവ്യയ്ക്ക് ഇത് വിശ്വാസം വരാതെ നവ്യ ചോദിക്കുന്നുണ്ട്, എടാ ഇത് നിൻ്റെ സ്വഭാവം ശരിക്കും മാറിയത് തന്നെയാണോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞായിരുന്നല്ലോ, നിൻ്റെ 7-ാം മാസ ചടങ്ങിന് അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോരുന്ന സമയത്തേ പറഞ്ഞായിരുന്നു, ഇനി ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല എന്ന്. ഏതായാലും എനിക്ക് ഇനി നല്ലൊരു ദാമ്പത്യ ജീവിതം വേണം എന്ന് തോന്നിത്തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമ്മുടെ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരം നവ്യയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നവ്യ പറയുന്നുണ്ട്, നിൻ്റെ ഈ പെരുമാറ്റം കാണുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷേ എനിക്കിത് പൂർണ്ണമായിട്ടങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കാറുള്ളത് എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിനക്ക് വിശ്വാസം വരുന്നില്ല എങ്കിൽ ഞാൻ ഇനി നിന്നെ കാണാൻ വരുന്നില്ല, ഇതിനു മുമ്പ് പലതും നടന്നിട്ടുണ്ടാവാം, പക്ഷേ ഞാൻ ഇപ്പം നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, എനിക്ക് ഇനി ഒന്നും വേണമെന്നില്ല, കാരണം എൻ്റെ വയറ് നിറഞ്ഞു, നീ ഇതുപോലെ സ്നേഹിക്കുന്നത് കാണുന്നത് തന്നെ എനിക്ക് എന്ത് ആശ്വാസമാണെന്ന് നിനക്കറിയാവോ, അത് നീ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് എന്നൊക്കെ പറയുവാണ്. അന്നേരം അഭി മനസ്സിലോർക്കുക, എന്ത് ചെയ്യാം, ഗതികെട്ട ഒരു സമയത്താണ് എനിക്കിതൊക്കെ ചെയ്യേണ്ടി വരുന്നത്, ഒരുത്തി ഉണ്ടാക്കി വെച്ച കുരുക്കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അഭി. ഇനിയും കാണിക്കുന്നത് നമ്മുടെ ദേവേനെയാണ്. ദേവേനെ ആക്കി വിഷമിച്ചിരിക്കുന്നു. അന്നേരം അങ്ങോട്ട് ജയം വരും. എന്നിട്ട് നിനക്കെന്താ പറ്റിയത് എന്ന് ചോദിക്കും. അന്നേരം എനിക്കൊന്നും
അതിനൊന്നും പറ്റിയില്ല. ശരിക്കും ആദർശിന് ഇപ്പോൾ ആകെ വിഷമമായി. ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് എന്ന് പറയും. അന്നേരം ജയം പറയുന്നുണ്ട്, ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് നീ കൂടിയല്ലേ. ശരിക്കും 7ാം മാസത്തെ ചടങ്ങിന് നയനമോളുടെ വീട്ടുകാർ വന്നപ്പോൾ നിനക്ക് കുറച്ചുകൂടെ മാന്യമായിട്ട് അവരോട് പെരുമാറായിരുന്നു. അവരെ അപമാനിക്കുന്ന രീതിയിൽ, നയനമോളെ അവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിലല്ലേ നീ പെരുമാറിയത്. നയനമോൾ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർക്കതൊന്നും കണ്ടു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല ഇനി എന്ന് പറയുവാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അതിന് എൻ്റെ സ്വഭാവ രീതികളല്ലല്ലോ അവരിനി നോക്കേണ്ടത്, ആദർശിൻ്റെ അല്ലേ. ആദർശ് അവളെ സ്നേഹിക്കുന്നില്ലേ, ആ സ്ഥിതിക്ക് ആദർശ് പോയി വിളിച്ചപ്പോൾ ആദർശിൻ്റെ കൂടെ വരേണ്ടതല്ലായിരുന്നു അവൾ എന്നൊക്കെ ചോദിക്കും. അന്നേരം ജയം പറയുന്നുണ്ട്, നയനമോളുടെ സ്വഭാവം നിനക്കറിയാം. അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയും എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റ് ചെയ്തത് നീയാണ്. അതുകൊണ്ട് താൻ ഒരു കാര്യം ചെയ്യുക, തൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി നയനമോളെ അവിടെ പോയി സ്നേഹത്തോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുക, എങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആകുള്ളൂ എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, എനിക്ക് ആരുടെ മുമ്പിൽ താഴാനും അതുപോലെ ക്ഷമ പറയാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട്, എങ്കിൽ ഈ വീട്ടിൽ ഇതുപോലെ ഒരു മൂകത എന്നും കാണും. നമ്മുടെ മോൻ്റെ ജീവിതമാണ് തകർന്നു പോകുന്നത്. അതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും പോലും ചിലപ്പം തന്നെ കുറ്റപ്പെടുത്തിയെന്നിരിക്കാം എന്നൊക്കെ ജയം പറയുമ്പോൾ ആകെ ടെൻഷനോടെ നിൽക്കുന്ന ദേവ്യാനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.